ഉണ്ണീരി മുത്തപ്പൻ ഓലക്കുടയേറി മലയാളത്തിന്റെ സാഹിത്യപ്രേമികളുടെ ഹൃദയത്തിലിടം നേടിയ തട്ടകത്തിന്റെ കഥാകാരൻ കോവിലന്റെയും ചലച്ചിത്ര മേഖലയിലെ പ്രതിഭാധനനായ സംവിധായകൻ പവിത്രന്റെയും ഒരു നേരമെങ്കിലും കാണാതെ വയ്യയൻ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്ന ഭക്തിഗാനത്തിലൂടെ ആസ്വാദകമനം നിറച്ച ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെയും ജന്മദേശമായ കണ്ടാണിശ്ശേരി രാഷ്ട്രീയമായി ഇടതുചേരിക്കൊപ്പം നിലകൊണ്ട പഞ്ചായത്താണ്. ആദ്യകാലം മുതൽ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന പഞ്ചായത്തിൽ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് ശക്തി തെളിയിച്ച് അധികാരത്തിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി പഞ്ചായത്തിൽ ഇടതുപക്ഷമാണ് ഭരണം നടത്തുന്നത്. ഭരണം നിലനിർത്താൻ ഇടതുപക്ഷവും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതോടെ കണ്ടാണിശ്ശേരിയിൽ ഇക്കുറി തീപ്പാറും പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 16 വാർഡുകളാണ് നിലവിലുണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് 17 വാർഡുകളായിട്ടുണ്ട്. 27,000 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. അതിപ്രശസ്തമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രവും ചൊവ്വല്ലൂർ ശിവക്ഷേത്രവും അരിയന്നൂർ ഹരികന്യക ക്ഷേത്രവും കല്ലുത്തിപ്പാറ അമ്പലവും കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ആരാധനാലയങ്ങളാണ്. ഗുരുവായൂർ ദേവസ്വം ഉടമസ്ഥതയിലുള്ള ശ്രീകൃഷ്ണ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ അരിയന്നൂരിലാണ്. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിനോട് ചേർന്നാണ് പഞ്ചായത്ത് കാര്യാലയം കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. മറ്റം ഗ്രൗണ്ടിന് സമീപത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് ഓഫീസിന്റെ പ്രവർത്തനം മാറിയത് കേവലം 1 മാസം മുൻപാണ്. നിലവിൽ പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് LDF ആണ്. മിനി ജയനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. 11 CPIM-ഉം 5 കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുള്ളത്. നാളിതുവരെ BJPക്ക് പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കാനായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇക്കുറി ഭരണസമിതിയിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കയ്യും മെയ്യും മറന്നുള്ള പ്രവർത്തനമാണ് BJP നടത്തിവരുന്നത്. പഞ്ചായത്തിന്റെയും MLA-യുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർ ഭരണത്തിനായി LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജില്ലയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്താണ് കണ്ടാണിശ്ശേരി. കഴിഞ്ഞ വർഷവും 100% നികുതിപ്പിരിവ് നടത്തുന്നതിന് ഭരണസമിതിക്കായത് മികവായി ഉയർത്തിക്കാണിക്കുന്നുണ്ട് ഭരണപക്ഷം. 2,43,00,000 രൂപയാണ് കുടിവെള്ള പദ്ധതികൾക്കായി ചെലവഴിച്ചത്. ജലസംരക്ഷണത്തിനായി 21,23,624 രൂപയും കാർഷിക മേഖലയ്ക്കായി 1,93,32,834 രൂപയും മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കായി 1,62,15,767 രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് 9,20,00,000 രൂപ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 38 കോടി രൂപ, പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 13,92,22,152 രൂപയും നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ ചിലവഴിച്ചു. വികസനത്തിന്റെ വസന്തകാലം എന്നാണ് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നത്. എന്നാൽ പഞ്ചായത്തിലെ വികസനം പിറകോട്ടടിപ്പിച്ച 10 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. UDF തുടക്കമിട്ട പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വലിയ അലംഭാവമാണ് ഭരണസമിതി നടത്തിയത്. കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിൽ തട്ടിക്കൂട്ടി നിർമ്മാണം നടത്തി ഓഫീസ് ഉദ്ഘാടനം പ്രഹസനമാക്കി മാറ്റുകയായിരുന്നു. പഞ്ചായത്തിലെ പല റോഡുകളും തകർന്ന് ഗതാഗതയോഗ്യമല്ലാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും പ്രതിപക്ഷം പറയുമ്പോഴും ഭരണപക്ഷത്തിനെതിരെ പേരിന് ചില സമരങ്ങൾ നടത്തിയതൊഴിച്ചാൽ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മുതിർന്നിരുന്നില്ല. ചില ഘട്ടങ്ങളിൽ ഭരണസമിതി യോഗങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയിരുന്നു. ഇക്കുറി കണ്ടാണിശ്ശേരിയിലെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഭരണം നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കുവാൻ കോൺഗ്രസും അക്കൌണ്ട് തുറക്കാൻ BJP-യും കച്ചകെട്ടി പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. എതിരാളികളുടെ നേരെ എയ്യുവാനുള്ള ആരോപണശരങ്ങൾ മൂർച്ചകൂട്ടി ആവനാഴിയിലേക്ക് അങ്കത്തട്ടിലിറങ്ങിയിരിക്കുകയാണ് മുന്നണികൾ. പോർക്കളത്തിൽ ആര് വീഴും ആര് വാഴും എന്നറിയാൻ ബലപ്രഖ്യാപനം വരെ കാത്തിരിക്കാം. കണ്ടാണിശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ടാണ് CCTV തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രസിഡന്റായ 5 വർഷക്കാലം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പുറത്തിറക്കിയിട്ടുള്ള വികസന രേഖ വ്യക്തമാക്കുന്നത്. എന്തൊക്കെ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത്? കേരള വികസന കുതിപ്പിലെ കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വികസന രേഖയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്.
ഏകദേശം 26,31,60,270 രൂപയുടെ പദ്ധതികൾ നമ്മൾ ജനങ്ങൾക്കായി നടപ്പിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ജനങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ജനകീയമായിട്ടുള്ള ഇടപെടലോട് കൂടി തന്നെയാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് സാധിച്ചത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി തന്നെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്താണ് ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായി അതിദരിദ്രർ ഇല്ല എന്നുള്ളൊരു ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചത് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിൻ്റെ വികസനം തുടർച്ചയായി വരുമ്പോഴും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് സ്വന്തമായി 3 സെൻറ്റ് ഭൂമിയുള്ള ആളുകൾക്ക് വീട് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു. ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന 216 ഗുണഭോക്താക്കളെ മുഴുവൻ നമുക്ക് വീട് കൊടുക്കാനായി എന്നുള്ളൊരു വസ്തുതയും കൂടി ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച വലിയൊരു പദ്ധതിയാണ്. അതിനുശേഷം നമ്മൾ ഏറ്റെടുത്ത വലിയൊരു പദ്ധതി എന്ന് പറയുന്നത് ഒട്ടേറെ സമസ്ത മേഖല എന്ന് പറയുന്നത് ഉൽപ്പാദന മേഖലയായാലും പശ്ചാത്തല മേഖലയായാലും സേവന മേഖലയായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന തുക സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു. കാര്യം കാർഷിക മേഖലയിലായാലും കർഷകരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് നമുക്ക് അത്തരത്തിലുള്ള നല്ല പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചത്. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പുറത്തിറക്കിയ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വീടാന്തരം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടാണശ്ശേരിയുടെ കയ്യൊപ്പ് എന്ന് പേര് പറഞ്ഞുകൊണ്ടുള്ള വികസന രേഖ നമ്മൾ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. മാത്രവുമല്ല കാർഷിക മേഖലയായാലും പശ്ചാത്തല മേഖലയായാലും സേവന മേഖലയായാലും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നമുക്ക് വീട് കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അതിദരിദ്ര മുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല നമുക്ക് എടുത്തു പറയേണ്ട വികസനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ ഓഫീസ് ഏകദേശം 61 വർഷം പഴക്കമുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റി നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സേവനങ്ങൾ വളരെ സുതാര്യമായി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇപ്പോൾ ഓഫീസ് മാറിക്കഴിഞ്ഞു. അതിനു പുറമെ വികസനങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനു പുറമെ നമ്മൾ ഏറ്റെടുത്ത വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. കേരള സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്താനായിട്ട് നമുക്ക് സാധിച്ചതും അതിൻ്റെ സംവിധാനങ്ങൾ വളരെ ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് എത്തി ജനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ജനങ്ങൾക്ക് അത് നടപ്പിലാക്കാനായിട്ടും നമ്മുടെ ആശുപത്രിയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം 3 ഡോക്ടർമാരുടെ സേവനമാണ് ആശുപത്രിയിൽ നടന്നു വരുന്നത്. ഏകദേശം 250-ൽ പരം രോഗികൾ ദിവസവും ആശുപത്രിയിൽ വന്നു പോകുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഇന്ന് ആശുപത്രിയിൽ നടത്തി വരുന്നുണ്ട്. അതിനു പുറമെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ നമ്മളുടെ വികസനം എന്ന് പറയുന്നത് റോഡുകളായാലും തോടുകളായാലും മറ്റ് അനുബന്ധ മേഖലയിലായാലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടാണ്. അത്തരത്തിലുള്ള പ്രവർത്തികൾ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വഴിയോര വിശ്രമ കേന്ദ്രം എടുത്തു പറയേണ്ട വലിയൊരു പ്രൊജക്റ്റാണത്. അത് ഏകദേശം 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചും കൊണ്ട് തന്നെയാണ് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഗുരുവായൂർ, പാലയൂർ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ആ ടേക്ക് എ ബ്രേക്ക് എന്ന് പേര് പറയുന്ന വഴിയോര വിശ്രമ കേന്ദ്രം നമ്മൾ ജനസമക്ഷം നമ്മൾ ജനങ്ങളിലേക്ക് സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആളൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ആവശ്യമായി
ആവശ്യമായിരുന്നു ഒരു കമ്മ്യൂണിറ്റി ഹാള് വരിക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. തദ്ദേശ വികസന ഫണ്ടായാലും അതുപോലെ തന്നെ MLA, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഇവയെല്ലാം ചേർന്നുകൊണ്ട് തന്നെ സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതി ആയിക്കൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വലിയൊരു പദ്ധതി നമ്മുടെ കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് ലഭിക്കുകയുണ്ടായി. ഏകദേശം ഒരു 75 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ആളൂരിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സാംസ്കാരിക നിലയം നമുക്ക് പുതിയതായിട്ട് തുറന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറം നമുക്കറിയാം തദ്ദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ LLRP എന്ന് പറയുന്ന പുതിയ റോഡുകളുടെ നിർമ്മാണവും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. ഏകദേശം ഒരു 60 ലക്ഷം രൂപ ഈ അടുത്ത ദിവസമാണ് വിവിധ വാർഡുകളിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ റോഡുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാം 16 വാർഡുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ റോഡുകളും ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലുള്ള റോഡുകളാക്കി മാറ്റി കൊടുക്കാനായിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി കൂട്ടത്തിൽ അറിയിക്കുകയാണ്. വളരെ ബൃഹത്തായ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് PV നിവാസ് കഴിഞ്ഞ 10 വർഷക്കാലവും ഈ ഭരണസമിതിയുടെ ഭാഗമായിരുന്ന ആളാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കണ്ണാണശ്ശേരി പഞ്ചായത്ത് ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ്. അതിന് തൊട്ട് മുമ്പ് ഉള്ള പഞ്ചായത്ത് ഭരണസമിതി റൂബി ഫ്രാൻസിസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ആരംഭം കുറിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളെ പ്രതിപക്ഷം എന്നുള്ളതിൽ എങ്ങനെയാണ് നോക്കുന്നത്? കഴിഞ്ഞ 5 വർഷം 2015 തൊട്ടിട്ട് പ്രാവശ്യത്തെ ഒരു 10 കൊല്ലം തന്നെ എടുക്കുക. ഈ 10 കൊല്ലത്തും കൊണ്ട് ഒരു 20 കൊല്ലം പിന്നോട്ട് ഗ്രാമപഞ്ചായത്തിനെ പിന്നോട്ടടിപ്പിച്ച ഒരു ഭരണമാണ് ഈ ഇടതുപക്ഷ ഭരണസമിതി കാഴ്ചവെച്ചിട്ടുള്ളത്. പാർട്ടി ഗ്രാമമാക്കി മാറ്റിയെടുക്കുക എന്ന് വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രദ്ധ ഭരണസമിതി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നത്. ചില ഭാഗങ്ങളെ കോർണീകരിച്ചുകൊണ്ട് പാർട്ടി വികസനം ചില ഭാഗങ്ങളിൽ ഒതുക്കിക്കൊണ്ട് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഭരണസമിതി ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത്. തികച്ചും വിവേചനം കൃത്യമായിട്ട് കാണിക്കുന്ന തരത്തിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കുറേ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ നേട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള പോലെ ബിൽഡിങ്ങിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ 2015-14 അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞത്. അന്ന് കാണിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പണി തീർത്ത് ഇപ്പോൾ വളരെ ശോചനീയമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാർ നെട്ടോട്ടോടുക. അവിടെ ഒരു മീറ്റിംഗ് ഹാളുണ്ട്, ഒരു ഹാളില്ല. അങ്ങനെ വികലമായിട്ട് പാർക്കിങ്ങിൻ്റെ സ്ഥലത്താണ് റൂമുകൾ പണിതിട്ടത്. അത് കാരണം ഒരു വായുസഞ്ചാരമില്ല. അങ്ങനെ എന്തിനോ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് മാറ്റി തിളക്കുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു ഇത്രയും 10-75 ലക്ഷം രൂപ ദ്രുതഗതിയിൽ ചെലവാക്കിയിട്ടുണ്ട്. യാതൊരു ഉപയോഗവും പഞ്ചായത്തിനോ നാട്ടുകാർക്കോ ഇല്ലാത്ത രീതിയിൽ തികച്ചും പണം വേസ്റ്റായ രീതിയിലാണ് ആ ബിൽഡിങ് കാഴ്ചവെച്ചിട്ടുള്ളത്. കുറേ കാലങ്ങളോളം എടുത്തിട്ട് ഒരു ഇന്നർവേറ്റീവായിട്ട് പുതിയൊരു പദ്ധതി 5 കൊല്ലമായിട്ട് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഒരു സാധാരണ ഒരു ഭരണസമിതി വരുമ്പോൾ ഒരു സിഗ്നേച്ചർ പദ്ധതി ഉണ്ടാവാറുണ്ട്. ഇതൊരു സിഗ്നേച്ചർ പദ്ധതി ഈ ഭരണസമിതിയിലായിട്ട് ഇല്ല. റോഡുകളെ പറ്റിയിട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. റോഡുകളില്ല കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ. പാരീസ് റോഡ് എന്ന് പറയുന്നത് ചൊവ്വല്ലൂർ മേഖലയിലെ റോഡില്ല. റോഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റം കോവില റോഡ്, പ്രശസ്തനായ കോവിലിൻ്റെ പടമൊക്കെ ഇപ്പോൾ ഇതിൽ കാണിച്ചു. ആ കോവിലിൻ്റെ പേരിലുള്ള റോഡ് എന്ന് പറയുന്നത് വികലമായിട്ട് കിടക്കുകയാണ്. കോവിലിനെ പറ്റിയിട്ട് കോവിലിൻ്റെ പേര് ഇതൊക്കെ എഴുതി വെച്ചവർക്ക് കൂടെ ആൾക്കാർ പോകുമ്പോൾ കോവിലിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള റോഡിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും ഒരു വണ്ടി വിളിച്ചാൽ വരാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ ആകെ താറുമാറായിട്ട് കിടക്കുന്ന റോഡുകൾ. ഉദ്ഘാടനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് ഒരു 5-6 ഉദ്ഘാടനങ്ങൾ കഴിച്ച്. ഒരു 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലമായിട്ടുള്ള പദ്ധതികളാണ് ധൃതിയിൽ ഈ ഭരണസമിതിയുടെ കൃത്യവിലോപം കാരണം അത് വളരെ ലാഗ് ചെയ്തിട്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട സഹായവും
അനുഭവങ്ങളും ഗുണഫലങ്ങളും ലഭിക്കാണ്ട് വളരെ ധൃതിയിൽ എന്തിനോ കാട്ടിക്കൂട്ടുന്ന പോലെയാണ് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ മാസം കൊണ്ട് കുറേ ഉദ്ഘാടനങ്ങൾ കഴിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ഈ 5 കൊല്ലം എന്ന് പറയുന്നത് ഒരു 10-20 കൊല്ലം പിന്നോട്ടടിപ്പിക്കുന്ന ഒരു ഭരണമാണ് ഭരണകക്ഷി കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ പ്രധാനമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് റോഡുകളെ സംബന്ധിച്ചിട്ടാണ്. ഗ്രാമീണ റോഡുകൾ, പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ, പ്രശസ്തനായ തട്ടകത്തിൻ്റെ കലാകാരൻ കോവിലിൻ്റെ പേരുള്ളത്, അതുപോലെ തന്നെ ചൊവ്വല്ലൂർ റോഡൊക്കെ നിരവധി തവണ CCTV തന്നെ വാർത്തകൾ നൽകുകയും ഒട്ടനവധി സമരങ്ങൾ ആ പ്രദേശത്തുള്ള ആളുകൾ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്താണ് ആ റോഡുകളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാൻ? ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് നിവാസ് സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോവിലൻ റോഡിനെ സംബന്ധിച്ചാണ്. കോവിലൻ റോഡ് ഈ ഭരണസമിതിയുടെ അധികാരം കഴിയുക എന്ന് പറയുന്നത് പുതിയ ഭരണസമിതി വരുന്നതോട് കൂടിയിട്ടാണ് പഴയ ഭരണസമിതിയുടെ അധികാരം കഴിയുന്നത്. ആ സമയമാകുമ്പോഴേക്കും കോവിലൻ റോഡ് പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് ജനസമക്ഷം അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മെമ്പർ ഇന്ന് ചിലപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത് ഒരു പക്ഷേ കണ്ടിരിക്കാം. നമ്മുടെ ഉദ്യോഗസ്ഥരെ, അതായത് എഞ്ചിനീയറിംഗ് സെക്ഷൻ ഇന്ന് ആ സൈറ്റിലാണ്. ഞാൻ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത് എങ്കിലും കൂടെ ഞാൻ അറിയാൻ കഴിഞ്ഞതും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരീസ് നമ്മുടെ കോവിലൻ തട്ടകം റോഡ് പൂർത്തീകരിക്കും. ഈ ഒരു സമയം കൊണ്ട് തന്നെ കോവിലൻ റോഡ് പൂർത്തീകരിക്കും. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ പാരീസ് റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് പറയാനുണ്ട്. തീർച്ചയായിട്ടും നിരന്തരമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയും സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടാണശ്ശേരി മേഖലയിലെ നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാരീസ് റോഡിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. കാരണം ബഹുമാനപ്പെട്ട MLA നിയമസഭയിൽ പറഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സ്പെഷ്യൽ അനുവാദം വാങ്ങിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു റോഡിൻ്റെ അവസ്ഥ വളരെ നല്ല രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് നേരത്തെ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള കേച്ചേരി മുതൽ ആളൂർ വരെയുള്ള റോഡിൻ്റെ പോലെ തന്നെ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് നമ്മുടെ MLA സഭയിൽ സംസാരിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് ഈ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോകാനായിട്ട് സാധിക്കാത്തത്. ഏകദേശം 1,50,00,000 രൂപയുടെ വർക്ക് അതിൻ്റെ ഒരു കരാറുകാരൻ, അതായത് മേരി സദൻ എന്ന് പറയുന്നൊരു കരാറുകാരൻ അത് എഗ്രിമെൻ്റ് വയ്ക്കാമെന്ന് ഏൽക്കുകയും ഈ പുതിയൊരു ഭരണസമിതി അധികാരത്തിൽ വരുന്നതിനോട് കൂടി തന്നെ അടുത്ത ദിവസം തന്നെ അത് എഗ്രിമെൻ്റ് വെച്ച് വർക്ക് നടപ്പിലാക്കുമെന്നുള്ളത് തന്നെ ഉറപ്പ് ജനങ്ങളോട് ഈ ഒരു സമയം അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മറ്റേ ആരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രം, അത് വളരെ ശോചനീയമായ അവസ്ഥയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതിൻ്റെ ഒരു പ്രവർത്തനം അത് ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ആരോഗ്യ കേന്ദ്രത്തിന് ഡോക്ടർ JPHN അവരുടെ ശ്രമഫലമായിട്ട് കുറേ പ്രൈവറ്റ് വ്യക്തികളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് കുറച്ച് തെറ്റില്ലാത്ത രീതിയിലാക്കി തീർത്തിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇന്നോവേറ്റീവായിട്ട് യാതൊരു ഇൻപുട്ടോ കഴിവോ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് കരുതാൻ പറ്റില്ല. കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന കൂനമുച്ചി സെൻറ്ററിലുള്ള മറ്റേ വാട്ടർ ATM അതെല്ലാം നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. അങ്ങനത്തെ പല പദ്ധതികളും അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ പരാമർശങ്ങളോ മറ്റ് സംഭവങ്ങളോ ഇല്ല. അതുമാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം സമരങ്ങൾ വളരെ കുറവുണ്ടായിരുന്നൊരു പഞ്ചായത്താണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള സമരങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നിരുന്നു. സമരങ്ങൾ ഇറങ്ങിപ്പോല്, മറ്റുള്ള മിനിറ്റ്സിൽ വിവേചന കുറിപ്പ് ഇതിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സമരങ്ങൾ എന്ന് പറയുന്നത് അവിടെ അലങ്കോലപ്പെടുത്തിയിട്ട് ഭരണകക്ഷികളെ അതിക്രമിക്കുക, അവിടെയുള്ള താറുമാറാക്കുക, അത്തരത്തിലുള്ള സമരങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ജനങ്ങൾ നിയമാനുസൃതമായിട്ടുള്ള സമരങ്ങളോ വിവേചന കുറിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് പറയാനുള്ളത്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്.
ഈ നാട്ടിലെ യുവജനങ്ങളോട് ഏറ്റവും കടുത്ത ചെയ്യാത്ത അനീതിയാണ്. സ്വന്തമായിട്ട് 1.5 ഏക്കർ സ്ഥലത്തുള്ള ഗ്രൗണ്ട് കരുവാമ്പടി നമ്പഴക്കാടുണ്ട്. ഈ ഗ്രൗണ്ട് പുരോഗതി വരിക, ഫണ്ട് മന്ത്രി വെച്ചിട്ടുണ്ട്, MLA പറഞ്ഞിട്ടുണ്ട്, ബഡ്ജറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നേ 10 കൊല്ലമായിട്ട് ഇന്നേ വരെ ഗ്രൗണ്ടിൽ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടു, അത് കളിക്കാൻ പറ്റാത്ത രീതിയിലാക്കി എന്നല്ലാണ്ട് കൃത്യമായിട്ട് ഈ ഗ്രൗണ്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രൗണ്ടുള്ളടത്ത് മിനി സ്റ്റേഡിയം വന്നിട്ടുണ്ട്, പല പുരോഗതിയായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ റോഡ് സൈഡിലുള്ള സ്ഥലമാണ്. പല പുരോഗതിക്ക് വേണ്ടിയിട്ട് അവിടെ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ഡംപ് ചെയ്യണ സ്ഥലം മാത്രമാക്കിയിട്ട് ഇത്രയും വലിയൊരു സ്ഥലം ധൂർത്തടിച്ചു, നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്. കാരണം ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ കോടികൾ ആണ് ഈ ഗ്രൗണ്ടിൻ്റെ വികസനത്തിന്, അവിടെ ഒരു ചെറിയ മിനി സ്റ്റേഡിയം എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതായിട്ടുള്ളത്. അങ്ങനെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന പല സംഭവങ്ങളും യാതൊരു വിധത്തിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ച കാര്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാം, യുവതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വളരെയധികം ആഗ്രഹിച്ചതാണ് നമ്പഴക്കാട് പ്രദേശത്ത് ഒരു സ്റ്റേഡിയം വരിക എന്നുള്ളത്. അത് നമ്മൾ സർക്കാരിലേക്ക് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയും അത് ബഡ്ജറ്റിൽ വെച്ചുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് തുക അനുവദിച്ചതിൻ്റെ ഭാഗമായി ഏകദേശം ഒരു 2 കോടി രൂപ നമുക്ക് സ്റ്റേഡിയം നിർമ്മാണത്തിനായി തുക വകയിരുത്തുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള രേഖകൾ തയ്യാറാക്കുന്നതിനും DPR ഏകദേശം നമ്മൾ ഒരു 5 ലക്ഷം രൂപ ചെലവഴിച്ചും കൊണ്ട് തന്നെ അതിനെ DPR തയ്യാറാക്കി നമ്മളത് അതിൻ്റെ അനുബന്ധ രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ സ്ഥലപരിശോധന നടത്തി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അതിനെ അനുബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ രേഖകൾ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളൊരു പദ്ധതിയാണ്. എന്നിരുന്നാലും നമ്മുടെ മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഭരണസമിതിയുടെ അവസാന കാലഘട്ടങ്ങളിൽ വളരെ തമാശയായിട്ടാണെങ്കിലും മെമ്പർ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു ബഡ്ജറ്റിലാണ് നമ്മുടെ അഡ്വക്കേറ്റ് നിവാസ് സൂചിപ്പിച്ചത്. പ്രസിഡന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രസിഡന്റിന് ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടാകും, പല തിരികളും പ്രസിഡന്റ് കൊളുത്തിയിട്ടുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും പഞ്ചായത്ത് തലത്തിലെ ഒരു സ്ഥാപനങ്ങൾ തിരി കൊളുത്തി ഇറങ്ങണ്ടേ പ്രസിഡന്റ് എന്നുള്ളത് വളരെ സൗമ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, സാധിക്കും, നമുക്ക് ഒരുമിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. പക്ഷെ അത് നമ്മൾ സാധിച്ചിട്ട് തന്നെയാണ്, സാധിപ്പിച്ച് കൊടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഭരണസമിതിയുടെ അധികാരത്തിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നത്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് നമ്മളുടെ പഞ്ചായത്ത് ഓഫീസായാലും പിന്നെ അതുപോലെ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രമായാലും നമ്മുടെ ആളൂരിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളായാലും നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമായാലും ഇതൊക്കെ നമ്മൾ ജനശ്രദ്ധയെ ആകർഷിച്ചും കൊണ്ട് തന്നെ ജനങ്ങളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഏറ്റെടുത്ത പദ്ധതികൾ ജനങ്ങൾ അംഗീകരിച്ചും കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണസമിതി. നേരത്തെ സൂചിപ്പിച്ചുല്ലോ, ഇവിടെ പറയുകയുണ്ടായി സമരങ്ങളൊന്നും നടത്തിയായിട്ട് തീർച്ചയായും സത്യമാണത്. കാര്യം കണ്ണാശ്ശേരി ഗ്രാമപഞ്ചായത്തിനകത്തെ ഭരണസമിതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചാലും ഭരണസമിതിയിൽ പ്രതിപക്ഷമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾ 16 പേരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ലഭിക്കുന്ന തുക, നമുക്ക് തദ്ദേശ വകുപ്പിൽ നിന്നും ഗ്രാമപഞ്ചായത്തിലേക്ക് ലഭിക്കുന്ന തുക 16 വാർഡിലേക്ക്, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധ മേഖലകൾ നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഉള്ള മേഖലയിലേക്ക് തന്നെയാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളതും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കാരണം അത് നമുക്കറിയാമല്ലോ, നമ്മൾ ഭരണസമിതി കയറി വരുന്ന സമയം എന്ന് പറയുന്നത് കോവിഡിൻ്റെ കാലമായാലും മഹാപ്രളയത്തെയൊക്കെ നമ്മൾ അതിജീവിച്ചതാണ്. അതിജീവിക്കുക എന്ന് പറയുന്നത് ഭരണസമിതി എന്ന് പറയുന്നത് ഒരു 16 ആളുകൾ മാത്രമല്ല, ജനങ്ങൾ ഏറ്റെടുത്തതാണ്. ജനങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണസമിതി ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർത്ത് അറിയിക്കാനുള്ളത്. ഇതിലെ ഒപ്പം തന്നെ കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിലുണ്ടായിരുന്ന മറ്റൊരു വികസന പ്രവർത്തനമായിരുന്നു ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആളൂർ, പൊന്മല, അതുപോലെ തന്നെ നമ്മളുടെ മൺകുഴി, അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതിന് മറ്റേ സംസ്ഥാന ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരം ആ ടൂറിസം ഇതിൻ്റെ എന്തെങ്കിലും തുടക്കം കുറിക്കാൻ ഭരണസമിതിക്കായിട്ടുണ്ടോ?
തീർച്ചയായിട്ടും ഭരണസമിതിക്കായിട്ടുണ്ട്. കാരണം സൂചിപ്പിക്കാനുള്ളത്, ഈ പറഞ്ഞ മാതിരിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പോരായ്മകളുണ്ട്, പരിമിതികളുണ്ട്, കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തുടർച്ചയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഈ സമയം വരെ ആഗ്രഹിക്കുന്നത് അടുത്തതും LDF അധികാരത്തിൽ വരും എന്നുള്ള ഒറ്റ വിശ്വാസത്തോടു കൂടി പറയുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക്. തീർച്ചയായിട്ടും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ ആളൂർ പൊന്മല ടൂറിസം പദ്ധതി. അതിൻ്റെ ഒരു പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി നമ്മൾ സർക്കാരിലേക്കും അയച്ചിട്ടുണ്ട്. നമ്മളുടെ ഗ്രാമപഞ്ചായത്ത് വരും വർഷങ്ങളിൽ അത്തരത്തിലുള്ള ഒരു വലിയൊരു പദ്ധതി, കാരണം നമ്മൾ ഗ്രാമപഞ്ചായത്ത് പറയുന്ന കാര്യങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് നമ്മൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിലേക്ക് നമ്മൾ അയച്ചിട്ടുമുണ്ട്, അത് നടപ്പിലാക്കും. വക്കീലെ, നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രനഗരിയായിട്ടുള്ള ഗുരുവായൂരിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് കണ്ടാനശ്ശേരി. ഗുരുവായൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിനായിട്ടുള്ള ഭക്തരുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രനഗരിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ആ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കുന്നതിന് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് തോന്നലുണ്ടോ? അതിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഈ ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല. അതിനെ പറ്റിയിട്ടൊരു പദ്ധതിയും രൂപപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പ്രസിദ്ധമായ അരിയന്നൂർ ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമുണ്ട്. ഇതിനോട് ക്ലബ് ചെയ്തിട്ട് ഗുരുവായൂർ ക്ഷേത്രമായിട്ടുള്ള പിൽഗ്രിംസിനോടനുബന്ധിച്ചിട്ടുള്ള ക്ലബ് ചെയ്തിട്ടുള്ള പദ്ധതികളോ മറ്റുള്ള ആസൂത്രണമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഈ ഭരണസമിതി ചെയ്തിട്ടില്ല. ഈ ഭരണസമിതിക്ക് കൃത്യമായിട്ടൊരു ഒച്ചിൻ്റെ വേഗതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 പദ്ധതികൾ ഇപ്പോൾ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ പദ്ധതികളൊന്നും 1 കൊല്ലത്തോണ്ടോ 2 കൊല്ലത്തോ വെറും 1000 സ്ക്വയർ ഫീറ്റും 1500 സ്ക്വയർ ഫീറ്റുമുള്ള ബിൽഡിങ് പണിയാൻ 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം എടുത്തിട്ടാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിങ് വളരെ മോശമായിരുന്നു. ഈ ഒരു ബിൽഡിങ്ങോ അതിൻ്റെ അനുബന്ധ സാമഗ്രികളോ അതിൻ്റെ സൗകര്യങ്ങളോ ജനങ്ങൾക്ക് കാലാനുസൃതമായിട്ട് ലഭിക്കണമെങ്കിൽ അത് കൃത്യനിഷ്ഠയോടുകൂടി പണി തീർക്കണം. ഇതെല്ലാം ലാഗ് ചെയ്ത് കോൺട്രാക്ടർ ഇട്ടുപോയി, കോൺട്രാക്ടർ വന്നില്ല, കോൺട്രാക്ടർ പോയില്ല എന്ന് സ്ഥിര പല്ലവിയായിരുന്നു ഈ ഭരണസമിതിയിൽ. അത് റോഡിൻ്റെ കാര്യത്തിലായാലും ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലായാലും PHCയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും കോൺട്രാക്ടർമാർ ഇട്ടുപോയില്ല പതിവായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഭരണകക്ഷിയുടെ പ്രാധാന്യവും ഞങ്ങളുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചാൽ കൊള്ളാം. ഈ പറഞ്ഞതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പിൽഗ്രിം ടൂറിസം അത് വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കാരണം കേരളത്തിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് ഈ ഹരികന്യക ക്ഷേത്രം ഉള്ളത് എന്നുള്ളതാണ് അറിയുന്നത്. ഒപ്പം പ്രസിദ്ധമായിട്ടുള്ള ചൊവ്വല്ലൂർ ശിവക്ഷേത്രം, അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമാണ് കല്ലുത്തിപ്പാറ ക്ഷേത്രം. അങ്ങനെ ഒരു പിൽഗ്രിം ടൂറിസത്തിനുള്ളൊരു സാധ്യതയാണ്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഈ ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നും ഈ ഭരണസമിതിയിൽ ഒരു ആക്ടിവിറ്റീസൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പ്രസിഡന്റിന് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നമുക്കറിയാം, കണ്ണാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരുപാട് കലാ സാംസ്കാരിക രംഗത്തെ നവോത്ഥാന നായകന്മാരുള്ള ഒരു തട്ടകം പോലെയുള്ള ഒരു പ്രശസ്തരായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതേപോലെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതികൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുനിമട, അതുപോലെ തന്നെ കല്ലുത്തിപ്പാറ, ഹരികന്യക ക്ഷേത്രം, അതുപോലെ തന്നെ ചൊവ്വല്ലൂർ ക്ഷേത്രം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് എല്ലാ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ നിന്നും വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ സമയം വരെ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി ഈ സമയം കൂടി ചേർക്കണം. കാരണം നമുക്കറിയാലോ, നമുക്കിപ്പോൾ പദ്ധതികളൊക്കെ വെക്കുക എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾ, തദ്ദേശ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പദ്ധതികൾക്ക് അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക പരിമിതികൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളതിനേക്കാൾ അപ്പുറം നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്
എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കരാറുകാരെ ഇട്ടു പോവുക എന്നുള്ള ഒരു രീതി പറയേണ്ടായി. പക്ഷെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം നമ്മുടെ പാരീസ് റോഡിനെ സംബന്ധിച്ച് കരാറുകാരൻ എടുത്തിട്ടുണ്ടായിരുന്നു തന്നെയാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് നമുക്കറിയാം ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് റോഡ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ അവർക്ക് ഇപ്പോൾ നമുക്കറിയാലോ നെറ്റ് കെ സ്മാർട്ടൊക്കെ വന്നപ്പോൾ അവർക്ക് അതിൻ്റെ സൗകര്യങ്ങൾ വേണം. അപ്പോൾ അതിൻ്റേതായുള്ള കേബിൾ കണക്ഷൻ വരുന്നു. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം ജലജീവൻ മിഷൻ്റെ വർക്കുകൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു കോടിക്കണക്കിന് രൂപ ഉള്ള ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ റോഡ് വരുമ്പോൾ അതിൻ്റെ സാങ്കേതികത്വം ആദ്യം പരിഹരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ റീബിൽഡ് കേരള ഈ വർക്ക് എടുത്തതിന് ശേഷമുള്ള കാന വർക്കും കൽവർട്ടും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ജലജീവൻ മിഷൻ്റെ വർക്കും അതുപോലെ തന്നെ ജിയോ കണക്ഷനും കൂടിയിട്ട് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് റോഡിൻ്റെ മറ്റ് അവസ്ഥ തന്നെ അത് മാറ്റിമറിച്ചും കൊണ്ട് എടുത്ത കരാറുകാരൻ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലേക്ക് സാധ്യത കുറവുള്ളത് കൊണ്ട് അദ്ദേഹം അത് അവിടെ ഒഴിവാക്കി പോവുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒഴിവാക്കി പോകുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് ചെറിയ കുട്ടികൾക്ക് പോലും അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ സമയം വളരെയധികം നമുക്ക് അത് വളരെയധികം പ്രയാസമായിട്ടാണ് പോയത്. പക്ഷേ എന്നിരുന്നാലും അത് നമുക്ക് സമയബന്ധിതമായി അവരെ കരാറുകാരെ നമുക്കതിൻ്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമായാലും നമ്മുടെ ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെയും കരാറുകാരനെ കരിമ്പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തി അതിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയപ്പോൾ സമയം വൈകിയത് കൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ 1 മാസം കൊണ്ട് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസായാലും നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമായാലും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും പാരീസ് റോഡിൻ്റെ അവസ്ഥ മറ്റൊരു ആളെ കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സർക്കാരിലേക്ക് നമ്മൾ വലിയൊരു നിർദ്ദേശം നൽകിയത് കൊണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് സമയബന്ധിതമായി നമുക്ക് അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു കരാറുകാരനെ കണ്ടെത്താനും അദ്ദേഹം ആ ഒരു വർക്ക് ഏറ്റെടുത്ത് വളരെ സമയബന്ധിതമായിട്ട് ആ വർക്ക് പൂർത്തീകരിക്കാം എന്നുള്ളത് ഒരു അനുവാദം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് തന്നത് എന്നുള്ളതും കൂടിയാണ് ഈ സമയം അറിയിക്കുന്നത്. ഞാൻ നേരത്തെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചൊരു കാര്യം തന്നെയാണ്, മറ്റേ ഗുരുവായൂരിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, ആ രീതിയിലുള്ളൊരു വികസന പ്രവർത്തനം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത്. എങ്കിലും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ ആണ് നമ്മുടെ ഗുരുവായൂർ അതുപോലെ തന്നെ തൃശ്ശൂർ ഹൈവേ. ആ ഹൈവേയിൽ നമ്മളിപ്പോൾ പറയുന്നത് കമനീയം കണ്ടാണശ്ശേരി എന്ന് പേര് നൽകിക്കൊണ്ട് നമ്മുടെ ആ ഒരു പ്രദേശത്തെ വഴിയോര മോടി പിടിപ്പിക്കുക എന്നുള്ള ഒരു ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കൂരുമച്ചി പാവർട്ടി റോട്ടിൽ നമ്മുടെ ഉജാലയുടെ ആ ഒരു അവരുടെ ഒരു സഹ്യാദ്രി എന്നുള്ള സ്ഥാപനത്തിൻ്റെ മുൻവശം അവരുടെ ഒരു സഹായത്തോടും കൂടി നമുക്ക് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് പറ്റി. പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളപ്പുറം ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും ബൃഹത്തായ പദ്ധതിയായിരുന്നു മാലിന്യ സംസ്കരണം. ഇത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് വലിയ തോതിൽ മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഹൈവേയിൽ നമ്മൾ കമനീയം കണ്ടാണശ്ശേരി എന്ന് പേര് നൽകിക്കൊണ്ട് വഴിയോരങ്ങൾ മോടി പിടിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ വഴിയോര വിശ്രമം കേന്ദ്രം വന്നതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ അത്തരത്തിൽ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ടീ ഷോപ്പുകളും അതുപോലെ തന്നെ നാനോ മാർക്കറ്റ് സംവിധാനങ്ങളും നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് നമ്മൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് നല്ല രീതിയിലുള്ള സംരംഭങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത്തരത്തിലേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കദളിവാഴ കൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ളത് വലിയൊരു പ്രൊജക്റ്റായിരുന്നു. കാരണം ഗുരുവായൂരിലേക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ കുടുംബശ്രീകളെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള കുടുംബശ്രീ സംവിധാനത്തെ വളരെ ജനകീയമായി ഏറ്റെടുത്തും കൊണ്ട് നമ്മൾ അത്തരത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അല്ലേ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഭരണം തുടരുമ്പോൾ തന്നെ ഓരോ പഞ്ചായത്തുകൾക്കും അത് വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങൾ, ഇപ്പോൾ പറഞ്ഞല്ലോ കദളിവാഴ കൃഷി അല്ലെങ്കിൽ ആ നാടിൻ്റെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന കണ്ടാണശ്ശേരി പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷിക ഗ്രാമം ആണ്. ആ രീതിയിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് എത്രമാത്രം അനുവദിക്കുകയും എത്രമാത്രം ചെലവഴിക്കാനും പഞ്ചായത്തിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്? കണ്ടാണശ്ശേരി തികച്ചൊരു കാർഷിക മേഖലയാണ്. ചൊവ്വല്ലൂർ മേഖലയിലും കണ്ടാണശ്ശേരി മേഖലയിലും പന്നിശ്ശേരി പാടശേഖരമായാലും ആളൂർ പാടശേഖരമായാലും
ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഫണ്ട് അനുവദിക്കുകയോ അനുബന്ധ സൗകര്യങ്ങൾ ലഭിക്കുകയോ ഒരു വെള്ളത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. ആളൂരിൽ നിന്ന് കിഴക്കേ പന്നിശ്ശേരി വഴി വന്ന് ആ പദ്ധതി കണ്ടാണിശ്ശേരിയിലേക്ക് എത്തി വെള്ളം എത്തുന്ന പാടത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ പദ്ധതി ഇതുവരെയായിട്ട് നടപ്പാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് പറ്റിയിട്ടില്ല. ബഡ്ജറ്റിലൊക്കെ വരും, പ്രസംഗിക്കും, പോവുന്നല്ലാണ്ട് ഈ പാവപ്പെട്ട കർഷകർക്ക് വേണ്ട യാതൊരു പദ്ധതിയും അവിടെ നടപ്പാക്കിയിട്ടില്ല. കൃത്യമായിട്ട് ബഡ്ജറ്റിൽ വെക്കണ കാശ്, കൃത്യമായിട്ട് നിർബന്ധമായിട്ട് വെക്കണ പ്രൊജക്റ്റിൽ ഉള്ള കാശ്, വളം സബ്സിഡി, വളം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഇന്നോവേറ്റീവായിട്ട് ഒരു നാടിൻ്റെ പുരോഗതിക്കോ നാട്ടുകാർക്കോ കൃഷിക്കാർക്കോ വേണ്ടിയിട്ടുള്ള ഒരു നൂതനമായ ഒരു പദ്ധതി പോലും അവിടെ ആവിഷ്കരിച്ച് കണ്ടിട്ടില്ല, നടപ്പാക്കിയിട്ടും കണ്ടിട്ടില്ല. ഇതിനെ സംബന്ധിച്ചിട്ട് പ്രസിഡന്റ് എന്ന് പറയാനുള്ളത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കാർഷിക മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ പഞ്ചായത്തിനകത്ത് 5 പാടശേഖരങ്ങളാണ് നമുക്കുള്ളത്. ആ 5 പാടശേഖരങ്ങളിലെ കർഷകരുടെ നിർദ്ദേശത്തിനനുസരിച്ചുള്ള പദ്ധതികളാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ സർക്കാർ പറയുന്നത് തരിശ് രഹിത, അതായത് നമ്മൾ പറയും തരിശ് രഹിത കൃഷി വികസനം ആണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. തരിശ് ഭൂമികൾ വളരെ കുറവാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ വെച്ച് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് പുറമെ നമ്മുടെ കർഷകർക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ മെമ്പർ സൂചിപ്പിച്ച പോലെ അല്ല, നമുക്ക് തീർച്ചയായിട്ടും ഓരോ കർഷകരും വളരെ സംതൃപ്തിയോടുകൂടിയും വളരെ തൃപ്തികരമായിട്ടുള്ള മറുപടിയാണ് ഭരണസമിതിയോട് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് അവരെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരായിട്ട് അടുത്ത് ഇടപെടാനായിട്ട് നമുക്ക് അവരുടെ പാടശേഖര സമിതി യോഗത്തിൽ പോകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു സർക്കാരിൻ്റെ ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 2 കോടി രൂപയോളം നമുക്ക് കൃഷിയുടെ വികസനത്തിനായിട്ട് നമുക്ക് ചെലവഴിക്കാനായിട്ട് സാധിച്ചു. അത് കർഷകർ പറയുന്ന പോലെ തന്നെ കൂടുതലും കർഷകർ പറയുന്നത് ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കുറവാണ് രംഗത്ത് വരുന്നെങ്കിലും നിലവിലുള്ള കർഷകരാരും പിന്നോട്ട് പോയിട്ടില്ല. കാരണം അവരുടെ യോഗത്തിൽ അവർ പറയുന്നത് അവർ ഇറക്കുന്ന ആ ഒരു ചെലവിലേക്ക് അവർക്കതിൻ്റെ മുതൽ ലഭിക്കുന്നുണ്ട്. കാരണം സബ്സിഡി നിരക്കിൽ നല്ല ഇനം വിത്തുകളാണ് ഇപ്പോൾ നമ്മുടെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കർഷകർക്ക് കൊടുക്കുന്നതും സമയബന്ധിതമായിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ സബ്സിഡി നിരക്കിലുള്ള അവരുടെ കൂലിച്ചെലവുകളും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയെ നല്ല പോലെ നമ്മുടെ ഈ ഭരണസമിതി ഇപ്രാവശ്യം വളരെയധികം നമുക്കറിയാലോ വിഷരഹിത പച്ചക്കറി നമ്മളുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് വിവിധ വാർഡുകളിൽ, അതായത് കുടുംബശ്രീ എന്നല്ല, കർഷകർ അത് ഏക്കറക്കണക്കിന് ഭൂമിയിൽ അത് കൃഷി ചെയ്തും കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു അനുഭവം അവർ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ അവർ ചെയ്യുകയുണ്ടായി. അതിൽ ഭരണസമിതി വളരെയധികം സന്തോഷവും സംതൃപ്തിയാണ് ആ മേഖലയ്ക്കകത്ത് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ കണ്ടാണിശ്ശേരി പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങളും സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണയാണോ ഈ തവണയാണോ എന്നറിയില്ല, നിവാസം പ്രതിനിധാനം ചെയ്യുന്ന പൗഡർ കുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെയൊക്കെ കുടിവെള്ളത്തിന് വലിയ പ്രതിസന്ധിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുടിവെള്ളം എത്രമാത്രം ജനങ്ങൾക്ക് ലഭ്യമാണ്? ജലജീവ മിഷൻ വരുമെന്ന് പറഞ്ഞിട്ട് ജലജീവ മിഷൻ കുറേ കാന കോരി പൈപ്പിട്ട് പോയി റോഡ് നാശാക്കി ആ പ്രദേശം മുഴുവൻ നാശാക്കി എന്നല്ലാണ്ട് ആ പദ്ധതിയെ പറ്റിയിട്ടൊന്നും പിന്നെ ഒന്നും പറഞ്ഞു കേട്ടില്ല. പിന്നെ ശാസ്ത്രീയ കൂടെയുള്ള പദ്ധതി കുറച്ചൊക്കെ ഫണ്ട് വന്നിട്ടുണ്ട്. അതൊന്നും ഇടതുപക്ഷം ഭരിക്കുന്ന ജയിച്ച വാർഡിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി. അത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു. കോർണറൈസ് ചെയ്തിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന്. ഇടതുപക്ഷം ജയിച്ചു വന്ന വാർഡിൽ മാത്രമാണ് വികസനത്തിൽ. മറ്റുള്ള വാർഡുകൾ തികച്ചും എല്ലാ രീതിയിലും അവഗണിച്ച് MLAയുടെ ഫണ്ട് തരുന്നതിലും പദ്ധതി വയ്ക്കുന്നതിലും റോഡിൻ്റെ കാര്യത്തിലായാലും ഗ്രാമീണ റോഡായാലും മറ്റുള്ളതിലും മറ്റ് ചെടിച്ചട്ടി തരും, വളം തരും, വിത്ത് തരും എന്നല്ലാണ്ട് അതിൽ കവിഞ്ഞൊരു ഗ്രാമസഭയിലുള്ള കൃത്യമായിട്ടുള്ള കിട്ടുന്ന ചെറുവക കാര്യങ്ങൾ ലഭിക്കുന്നല്ലാണ്ട് ഒരു പഞ്ചായത്ത് ഭരണസമിതി മറ്റുള്ള തലത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിപ്പെടുന്ന ഞങ്ങളുടെ ഈ 5 വാർഡുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് കാഴ്ചവെച്ചാണ്. അതുകൊണ്ട് അപ്പോൾ സ്വാശ്രയ കൂടെയുള്ള പദ്ധതിയൊക്കെ എൻ്റെ ഇതിൽ തന്നെ പൈനിത്തടത്തിൻ്റെ പ്രദേശത്ത് അവിടെ ഒരു സ്വാശ്രയ കൂടെയുള്ള പദ്ധതി ഉണ്ടെങ്കിൽ അത് പോരാ. മറ്റുള്ള ഭാഗത്തേക്കും കൂടി വെള്ളം കിട്ടാത്ത പ്രദേശമുണ്ട്, അവിടേക്ക് വേറെ പദ്ധതി ഇത് ചോദിച്ചിട്ട് ലഭിച്ചിട്ടില്ല.
ഉള്ള പദ്ധതികളൊക്കെ കുറച്ച് വന്നിട്ടുള്ളതൊക്കെ അതാത് ഇടതുപക്ഷം ഭരിക്കുന്ന വാർഡിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. കുടിവെള്ള പദ്ധതികളെ സംബന്ധിച്ചിട്ടുള്ള ഭരണപക്ഷത്തിൻ്റെ മറുപടി എന്താ? ഇതിലേ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ പഞ്ചായത്തിനകത്ത് നമുക്കറിയാം, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് തന്നെ ഏറ്റവും കുടിവെള്ളത്തിന് ദൗർബല്യം ഉണ്ടാകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം, ജലസ്രോതസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് മണ്ണിൻ്റെ അടിയിലെ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. എന്നിരുന്നാലും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത വലിയൊരു പദ്ധതിയായിരുന്നു കിണർ റീചാർജിങ് എന്നുള്ള പദ്ധതി. കേരള സർക്കാർ തന്നെ പറയുന്നത് ജലസ്രോതസ്സുകളെ വിപുലീകരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തോടുകളും അതുപോലെ തന്നെ പുഴകളും അതുപോലെ തന്നെ പൊതു കിണറുകളും ഇതൊക്കെ നവീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഏകദേശം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് 500-ൽ പരം 16 വാർഡുകളിൽ ചേർന്ന് 500-ൽ പരം കുടുംബങ്ങൾ കിണർ റീചാർജ് ചെയ്യേണ്ടായി. ഈ കിണർ റീചാർജ് ചെയ്തപ്പോൾ നമുക്കറിയാം, ഒരു മേഖല എന്ന് പറയുന്നത് കണ്ടാനശ്ശേരി മേഖല എന്ന് പറയുന്നത് വെള്ളക്കെട്ട് വരുന്നൊരു മേഖലയാണ്. പക്ഷേ ആ ഒരു പ്രദേശങ്ങളിലൊക്കെ കിണർ റീചാർജിങ് നടത്തിയപ്പോൾ ജനങ്ങളെല്ലാവരും സംതൃപ്തിയുണ്ട്. കാരണം അവർക്കത് മനസ്സിലായി, അതിൻ്റെ ഒരു വ്യവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ ജനങ്ങളത് ഏറ്റെടുത്തു. കിണർ റീചാർജിങ് നൽകിയതോടുകൂടി അല്ലെങ്കിൽ നടപ്പിലാക്കിയതോടുകൂടി വെള്ളത്തിൻ്റെ പ്രശ്നം കുറച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റി. അതിന് പുറമെ നമ്മൾ ആഗ്രഹിച്ചത്, നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വിചാരിച്ച പോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ മേഖലയിലേക്കും കൃത്യസമയത്ത് എത്താറില്ല. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഭരണസമിതി ഏറ്റെടുത്ത് തനത് കുടിവെള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിവാസ് മെമ്പർ നേരത്തെ സൂചിപ്പിച്ചു, ഇത് നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായി അവരുടേതായിട്ടുള്ള വാർഡുകളിലൊന്നും നൽകിയില്ല എന്നുള്ളത് പരിശോധിച്ച് പോകേണ്ടതാണ്. നമുക്കിപ്പോൾ വെറുതെ വാക്ക് പറയല്ല, നമ്മൾ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് അതിൻ്റെ രേഖകളും കൃത്യമായിട്ടുള്ള പദ്ധതികളും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭരണസമിതിയിൽ തന്നെ ഏകദേശം പുതിയ കുടിവെള്ള പദ്ധതികൾ, ഒരു 6 കുടിവെള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് കണ്ടാനശ്ശേരി മേഖലയിൽ ചെട്ടിയാർ കോളനി, അതുപോലെ തന്നെ ഈ KVP കുടിവെള്ള പദ്ധതി, പിന്നെ അതുപോലെ തന്നെ 10-ാം വാർഡിൽ നമ്മുടെ ജോയിയേട്ടൻ്റെ വാർഡിൽ കുടിവെള്ള പദ്ധതി ലിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം നമ്മുടെ ഹൈസ്കൂൾ കുന്നത്താർന്ന് ഏറ്റവും ജനങ്ങൾ നിരന്തരം പഞ്ചായത്തിലേക്ക് വരികയും അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട്, അപ്പോൾ അത് മെമ്പർ ഇടപെട്ടുകൊണ്ടാണ് അവിടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിച്ചത്. ഇതിപ്പോൾ അങ്ങനെ രാഷ്ട്രീയം തിരിച്ചോ മെമ്പർമാരെ തിരിച്ചോ നമ്മൾ അങ്ങനെയുള്ള ഒരു വികസനം നടത്തിയിട്ടില്ല. നമ്മൾ അത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾ നല്ല രീതിയിൽ നമ്മൾ ഏകദേശം ഒരു 100-150 അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപയോഗം വരുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് തനത് കുടിവെള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുകയും അതൊരു പരിധി വരെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ചർച്ചയുടെ ഒരു രണ്ടാമത്തെ ഘട്ടം എന്നുള്ള നിലക്ക് ഇപ്പോൾ ഈ വരുന്ന 11-ാം തീയതി ഡിസംബർ 11-ന് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കണ്ടാനശ്ശേരി ഉൾപ്പെടെ നമ്മുടെ തൃശ്ശൂർ ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള തിരഞ്ഞെടുപ്പ് 11-ാം തീയതിയാണ്. വീണ്ടും ഇടതുപക്ഷത്തിന് ഭരണം ലഭിക്കണം അല്ലെങ്കിൽ ഭരണം സാരഥ്യത്തിലേക്ക് എത്തണം എന്നുള്ളതിന് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നയം അത് എന്താണ്? കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നതും അത് നടക്കാൻ പോകുന്നതും LDF തുടർച്ചയായിട്ട് വരുമെന്നുള്ളത് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനം. അതുതന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് നമുക്കറിയാം, കുടുംബശ്രീ വഴി നമ്മൾ ആശ്രയ കിറ്റ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇനി ലൈഫിനെ വീട് ആവശ്യമുള്ള ഗുണഭോക്താക്കൾ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി, നമ്മുടെ ലൈഫ് പരിശോധിച്ച് വന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിപ്പോൾ SC വിഭാഗത്തിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരണം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്തിനകത്ത് നമുക്ക് ഒരുപാട് ഭൂമികൾ നമുക്ക് റിക്കവറി ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലൈഫിനെ സംബന്ധിച്ചുള്ള ഫ്ലാറ്റുകൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥലവുമില്ല വീടുമില്ല എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ സ്റ്റേഡിയം കൊണ്ടുവരിക എന്നുള്ളത്. അത് നമുക്ക് നടപ്പിലാക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വരെ ഭരണസമിതി മാത്രമല്ല, നമ്മളോടൊപ്പം ചേർന്ന് നിന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിൽ.
വികസനത്തിൽ നമുക്കറിയാം. എന്താ പറയുക, ജനങ്ങളിപ്പോൾ കോവിഡിൻ്റെ കാലത്തായാലും പ്രളയത്തിൻ്റെ കാലത്തായാലും അല്ലെങ്കിൽ വികസന പ്രവർത്തനത്തിൻ്റെ കാലത്തായാലും ഇതൊക്കെ നമുക്ക് സമയബന്ധിതമായി ചിട്ടയോടുകൂടി നടപ്പിലാക്കാനായിട്ട് സാധിച്ചത് ഈ 16 വാർഡിലെ ജനങ്ങളാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക, അവർക്ക് വേണ്ടി അവരുടെ തീരുമാനങ്ങൾ അന്തിമമായി നടപ്പിലാക്കി സുതാര്യമായും അഴിമതിരഹിതമല്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. അതുതന്നെയാണ് ഈ സമയം വരെയും തുടർച്ചയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 10 വർഷമായിട്ട് തുടർച്ചയായി LDF ഭരിക്കുന്നതാണ് കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അതുതന്നെയാണ് ഇനിയും നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വക്കീലെ, കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്താണ്, വലിയ ഭൂരിപക്ഷത്തോടുകൂട്ട് ഭരിച്ചിരുന്ന ഭരണസമിതിയായിരുന്നു UDFൻ്റെ 10 വർഷം മുമ്പുണ്ടായിരുന്നത്. ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആശയം, എന്ത് നയവും പരിപാടിയുമാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകും? തീർച്ചയായിട്ടും കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളെ തിരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾക്ക് അതിയായ ഉറപ്പുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലം കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം കൊണ്ടുവരുന്ന ഭരണസമിതിയല്ല, ലോക്കൽ കമ്മിറ്റിയാണ്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും LC സെക്രട്ടറിയും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വീട് മെയിൻ്റനൻസിനുള്ള കാശ് കിട്ടുള്ളൂ, പെൻഷൻ പാസ്സാവുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെന്ന് നാട്ടിലെ അങ്ങാടിപ്പാട്ടാണ്. പഞ്ചായത്ത് മെമ്പർമാർക്കോ ഭരണകക്ഷിക്കാർക്കോ അതിനൊരു യാതൊരു മുറിയില്ല. ലോക്കൽ കമ്മിറ്റിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഭരണസമിതിയിലേക്ക് അംഗങ്ങൾ വന്നിരുന്നത്. ആ രാഷ്ട്രീയ ഭരണം ഒഴിവാക്കിക്കൊണ്ട് തികച്ചും ഗ്രാമസഭയിൽ നിന്ന് വരുന്ന ആശയങ്ങളും ജനങ്ങളുടെ അഭിലാഷത്തിനും ജനങ്ങളുടെ ഐഡിയോളജിക്കും അനുസരിച്ചിട്ടുള്ളൊരു ഭരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭരണം ലഭിക്കുകയാണെങ്കിൽ കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ അത് വളരെ പ്രസക്തമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും വികസന പദ്ധതികൾ ഉണ്ടോ? ഇപ്പം നേരത്തെ മോഡറേറ്റർ തന്നെ പറഞ്ഞ പോലെ വികസനത്തിന് കാഴ്ചപ്പാട് ജനങ്ങളായിട്ട് ചേർന്നുകൊണ്ട് ജനങ്ങൾക്കുള്ള പിൽഗ്രിം വികസനം, അതുപോലെ തന്നെ ഇപ്പോൾ ആളൂർ തോടൊക്കെ, ആളൂർ പുഴയുണ്ട്, ആളൂർ തുഴയിലൊക്കെ ടൂറിസം, കൊട്ടവഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടൂറിസം വികസനം. ആ ടൂറിസം വികസനം വന്നു കഴിഞ്ഞാൽ ആളൂർ പ്രദേശത്തിൻ്റെ ഒരു വികസനം ആ പ്രദേശത്തുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അത്തരത്തിലുള്ള ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വികസന നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് ഈ മൺകലം നിർമ്മാണ മേഖലയൊക്കെ. ആളൂർ കുമ്പാര കോളനിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണത്. അത്തരത്തിലുള്ള ഈ അന്യം നിന്ന് പോകുന്ന വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടുള്ളത് തന്നെയാണ്, അത് നടപ്പിലാക്കും. കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മളുടെ പഞ്ചായത്തിനകത്ത് ആളൂർ മേഖലയിലാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെയാണ് അവരുടെ ആ ഒരു സ്ഥലത്ത് ഇന്നലെ കാണുണ്ടായി. പക്ഷെ അവർ സംസാരിച്ച കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തൊഴിൽ കൂടുതലും ഇപ്പോൾ ചെയ്യുന്നത് ആളൂർ പ്രദേശത്ത് നിന്ന് തന്നെയാണെന്ന് അവർ പറഞ്ഞത്. പക്ഷേ അവരുടെ ആ ഒരു പ്രശ്നം പറഞ്ഞത് അവർക്ക് മണ്ണിൻ്റെ ലഭ്യത കുറവുണ്ട്. ഇപ്പോൾ നമ്മുടെ ആളൂർ മേഖലയിൽ തന്നെയാണ് അവർ മണ്ണെടുക്കുന്നത്. പക്ഷേ ആ മണ്ണിൻ്റെ കാര്യക്ഷമത കുറഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു പ്രദേശത്ത് വേറെ മണ്ണ് ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും കൂടി അവർ കൂട്ടിച്ചേർത്ത് പറയണ്ടായി. നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നതും ആ ഒരു മേഖലയെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് ഏകദേശം ഒരു 45 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു കോളനി പ്രദേശമാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള കുലത്തൊഴിലായിട്ട് പ്രവർത്തിച്ചു വരുന്നു. കാരണം കൂടുതൽ വിപണനം പുറത്താണെങ്കിലും കുറേയൊക്കെ നമ്മുടെ നാട്ടിലും അത് വിപണനം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പ്രദേശത്ത് നമ്മളത് സർക്കാരിലേക്ക് അതിൻ്റെ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഒരു വികസനം കൊണ്ടുവരാനായിട്ട് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളോ അല്ലെങ്കിൽ അവർക്ക് ചൂള പോലെയുള്ള അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള സ്ഥലപരിമിതി അവിടെ കാണുന്നുണ്ട്. ഏകദേശം 1 സെൻറ്റ് 1.5 സെൻറ്റ് ഉള്ള സ്ഥലങ്ങളിലാണ് അവരുടെ വീടുകൾ മുഴുവനും. പക്ഷേ അവരുടെ കോളനിക്കകത്ത് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് അവരുടെ
അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതും അതിനേക്കാളപ്പുറം അവരുടെ കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഒന്ന് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനുവേണ്ടി തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ള നമ്മുടെ ആളൂർ പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം, ആളൂർ പുഴയുടെ പരിസരത്ത് നമ്മളൊരു ഓപ്പൺ വെല്ല് പ്രവർത്തിപ്പിച്ചും കൊണ്ട് അവർക്ക് മാത്രമായിട്ട് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കുടിവെള്ളം ലഭിക്കണില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രയാസം അവർ പറയണ്ടായി. അപ്പോൾ ആ ഒരു കുടിവെള്ള ലഭ്യത പൂർത്തീകരിക്കുക എന്നുള്ളതും അവരുടെ തൊഴിലിനെ പരിപാലിക്കുന്ന രീതിയിൽ അത് പഞ്ചായത്ത് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അവരുടെ കുലത്തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട മണ്ണ് ലഭ്യമാക്കുന്നതിന് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളും നിവേദനങ്ങളും നൽകിക്കൊണ്ട് അവരുടെ ആ ഒരു ഉൽപ്പാദനത്തിന്, അതായത് അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ജനസമക്ഷം അറിയിക്കാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ മറ്റേ കുമ്പാര കോളനിയുമായി ബന്ധപ്പെട്ട് ടി.എൻ. പ്രതാപൻ ചില MP ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിരുന്നു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അല്ല മത്സരിച്ചത് എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു ചില കാര്യങ്ങളുണ്ടല്ലോ, അത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അത് എത്രമാത്രം നടപ്പിലാക്കും? തീർച്ചയായും ടി.എൻ. പ്രതാപൻ പദ്ധതി പണം അനുവദിച്ചതായിരുന്നു. അന്ന് ഭരിച്ചിരുന്ന ഈ ഭരണസമിതി കുറച്ച് നൂലാമാല ഭരണത്തിൻ്റെതായ കുറേ നൂലാമാലകൾ പറഞ്ഞിട്ട് ആ പദ്ധതി ലാപ്സായി പോവുകയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടി.എൻ. പ്രതാപൻ്റെ പണം ആവശ്യമില്ല ആ അവിടെ രീതിയിൽ. പിന്നെ 2010 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ ഉണ്ടായിരിക്കുമ്പോൾ ചക്കിലാട്ടുന്ന ഈ തിരിക്കുന്ന യന്ത്രം, അതിൻ്റെ മോട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ചെയ്തു. പിന്നെ പ്രതാപൻ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മറ്റൻ സൊസൈറ്റിയാണ് അവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കുമ്പാര കോളനിക്ക് വെള്ളം മോട്ടർ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൃത്യമായിട്ട് ചേർത്ത് പിടിക്കേണ്ടവരാണ് കുമ്പാരന്മാർ, അടിസ്ഥാന വർഗമാണ്. അവരെ ഞങ്ങൾ എന്നും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കാലങ്ങളായിട്ട് ഇനിയും ചേർത്ത് പിടിച്ചു കൊണ്ടിരിക്കേണ്ട വികസനം നാടിന് ആവശ്യമാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. അതിലൊരു ക്ലാരിറ്റി വരുത്തിയ തിരക്കേടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെമ്പർ സൂചിപ്പിച്ചത് ഭരണസമിതിയുടെ നൂലാമാല എന്ന് പറഞ്ഞു. നൂലാമാല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണതിൽ ശരിയല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു ഫണ്ട് അനുവദിച്ചപ്പോൾ നമുക്ക് എന്ത് തന്നെ അറിയാൻ പറ്റും, സർക്കാരിൻ്റെ ഫണ്ടുകളൊക്കെ നമ്മൾ ചിലവഴിക്കണമെങ്കിൽ നമുക്ക് ആസ്തിയിലുണ്ടാവണം വേണ്ടേ. നമ്മളിപ്പോൾ റോഡായാലും മറ്റ് അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളായാലും സർക്കാരിൻ്റെ ഫണ്ട് ചിലവഴിക്കണമെങ്കിൽ ആസ്തിയിലുണ്ടാവണം. അപ്പോൾ അങ്ങനെ ആസ്തി നമ്പർ ചോദിച്ചിട്ടാണ് അവിടുന്ന് അവർ വിളിക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്തിനകത്ത് അങ്ങനെ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ എനിക്ക് അടുത്തറിയുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കോളനി പ്രദേശം. പക്ഷെ അവിടെ നിന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏകദേശം 45 കുടുംബങ്ങൾ തിങ്ങി പാർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഒരു റോഡ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സൗകര്യവും സാധ്യതയും അവിടെ ഇല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ആസ്തി ഇല്ല അവിടെ. പക്ഷേ ഫണ്ട് അനുവദിക്കുമ്പോൾ നമ്മൾ അതിന് അനുബന്ധപ്പെട്ടുള്ള കടലാസുകളും പേപ്പറുകളും തയ്യാറാക്കുന്നതിൻ്റെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് അത് അവിടെ പരിഹരിക്കാനായിട്ട്. അപ്പോൾ ആദ്യം പരിഹരിക്കേണ്ടത്, എന്നിട്ട് വേണ്ട നമ്മൾ ഫണ്ടിന് വേണ്ടിയുള്ള ശ്രമം നടക്കാൻ. ആദ്യം ഫണ്ട് വന്നു, പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അത് മാറിപ്പോയതിനെ ഭരണസമിതിയുടെ നൂലാമാലകൾ എന്നുള്ള രീതിയിൽ കൂട്ടിച്ചേർത്ത് പറയണതിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് എന്ത് തടസ്സവും തീർക്കാവുന്നതുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭരണസമിതിയുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം. അപ്പോൾ ഇതിലൊന്നും മാറ്റാൻ പറ്റാത്ത, വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതുള്ളൂ. ആണ്, വേണമെങ്കിൽ വേലും ചക്ക കായ്ക്കും എന്നുള്ളതാണ് അവസ്ഥ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ഈ ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ കഴിഞ്ഞ 15 വർഷത്തോളം ഉണ്ടായിരുന്ന വക്കീല് ഇത്തവണ പഞ്ചായത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള മിനി ജയൻ അവർ ആഗ്രഹിക്കുന്നത്. അതാണ് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ പോരാടുന്നത്. പഞ്ചായത്ത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. ഇതോടുകൂടി ഈ ജനവിധി 2025 കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ
ജനവിധി 2025 എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് നിവാസനും, രണ്ടുപേര് കൂടി ഒന്ന് കൈ കൊടുത്താൽ സൗകര്യമായിരുന്നു. അപ്പോൾ ആ ചർച്ച ഇവിടെ നമ്മളുടെ ഈ ചർച്ച ഈ ജനവിധി 2025 ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.